ദിവസം മുന്നേ ഒരു നിയാസിക്കയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിയാസിക്ക വളരെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യനാണ്. ഓക്കെ, പുള്ളി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തന്നെ ഹരാസ് ആൻഡ് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റിപ്പോർട്ട് അടിച്ച് അവസാനം പുള്ളിയുടെ അക്കൗണ്ടിൽ പുള്ളി എന്നെ ടാഗ് ചെയ്ത് കണ്ടിന്യൂസ്ലി ഭയങ്കര മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഈസ് മെന്റലി റിട്ടാർഡ്, ഐ ഗെസ്. എനിക്ക് പലതരത്തിലുള്ള ഹേറ്റ് കമന്റ്സ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് കൂടുതലാണോ, അങ്ങനെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പക്ഷേ നിയാസിക്ക ഒരു ലെവൽ കടന്നിട്ടാണ്. നിയാസിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഓസ്ട്രേലിയയിൽ പോയിട്ട് ആദ്യമായിട്ട് സിറ്റിസൺഷിപ്പ് എടുത്ത് നിൽക്കുന്ന കാസർഗോഡുകാരൻ ഒരുത്തനാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത്, മോഹൻലാലിന് പോലും വിസ അടിച്ച് കിട്ടാത്ത സ്ഥലമാണ് ഓസ്ട്രേലിയ, നീ എന്നെ അവിടെ വന്ന് ഉണ്ടാക്കാനൊന്നും നോക്കണ്ട എന്നുള്ള രീതിയിലാണ് നിയാസിക്ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിയാസിക്കെ ഞാൻ ഓൺലൈൻ ഒന്ന് തപ്പി സെർച്ച് ചെയ്തു. നിയാസിക്ക വളരെ വിദഗ്ധമായിട്ട് നിയാസിക്കയുടെ അക്കൗണ്ടും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ലോക്ക് ചെയ്ത് വെച്ചു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മേലെ ഇരിപ്പുണ്ട്. എനിക്ക് പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ ഐഡിയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് പുള്ളിക്കാരൻ്റെ വൈഫിന് ഒരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട്. പുള്ളിക്കാരന് ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ചില വെബ്സൈറ്റ്സ് ഉണ്ട്, അത് വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കി, എനിക്ക് പറ്റുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ്റെ അഡ്രസ്സും കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. ഓസ്ട്രേലിയയിലെ സൗത്ത് വെയിൽസിലാണ് താമസിക്കുന്നത്. വൈഫ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം. സോ എനിക്ക് നിങ്ങളോട് ആസ് വ്യൂവേഴ്സ് എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് ആ ചാനലിൽ പോയിട്ട് മാസ് റിപ്പോർട്ട് അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കുക. കാരണം ഇങ്ങനെയുള്ളവന്മാർ ഒരു തരത്തിൽ വിമർശനം പറയുന്ന ആൾക്കാരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ വന്നിട്ട് കണ്ടിന്യൂസ്ലി മെസ്സേജസ് അയച്ച് വെറുപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് തിരിച്ച് എന്നെ ടാഗ് ചെയ്ത് അവൻ്റെ തന്നെ അക്കൗണ്ടിൽ, അതായത് 2 വ്യൂസ് ഇരുന്ന അവൻ്റെ 2 വീഡിയോസിൽ ഇപ്പോൾ ഏകദേശം 200 വ്യൂസ് ആയി. കാരണം അവൻ എന്നെ ടാഗ് ചെയ്ത് മെസ്സേജസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പൊട്ടി ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഒരാളുടെ അച്ഛനെ വിളിക്കുക, അമ്മയെ വിളിക്കുക, പിന്നെ എൻ്റെ തൊഴിലിനെ പറ്റി പറയുക, എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുക. അവനിപ്പോൾ പറഞ്ഞ് ഈ ലോകത്ത് പറയാൻ അവന് ബാക്കി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തനെ നമ്മൾ എക്സ്പോസ് ചെയ്തല്ലേ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ളവന്മാർ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളത്, അതിൽ എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത എന്താണെന്ന് പറയട്ടെ, ഇവൻ്റെ അഹങ്കാരം. അതായത് ഇവൻ്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ഓസ്ട്രേലിയയും പിന്നെ അവിടെയുള്ള ഗവൺമെൻറ്റും ഇവൻ പറയുന്നത് കേട്ടിട്ടാണ് ഓച്ചാനിച്ച് നിൽക്കുകയാണെന്നാണ് വിചാരം. സോ നിങ്ങൾ ആരെങ്കിലും ഈ മഹത്തായ വ്യക്തിയെ ന്യൂ സൗത്ത് വെയിൽസിൽ കാണുകയാണെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് ഒരു സലാം കൊടുത്തേക്കണം കേട്ടോ. കാരണം ഇവനൊക്കെ വരുമ്പോഴാണ് നമ്മൾ ആൾക്കാർ ആക്ച്വലി മേലെ നോക്കി വെടിവെക്കുന്നത്. കാരണം അത്രയ്ക്ക് പിന്നെ എന്താ പറയേണ്ട ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ അറിയിക്കുന്നു.